സംസ്കാരങ്ങൾ എത്ര തന്നെ ഡിഫറെൻ്റ് ആണെങ്കിലും അതിനെ ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയണം. അവരുടെ സ്വഭാവങ്ങൾ വേറെയാണ്. എന്നാൽ അവർ രണ്ടുപേരും അവരവരുടെ കാഴ്ചപ്പാടുകളിൽ ശരി തന്നെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്കാരങ്ങളെ അംഗീകരിക്കുന്നു. എന്നിട്ട് സംസ്കാരങ്ങൾ ചേഞ്ച് ചെയ്യാനായി നമ്മൾ പരസ്പരം സഹായിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെ ചേഞ്ച് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി അവരുടെ ഇപ്പോഴത്തെ സ്വഭാവങ്ങളെ അതേപടി നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതായത് ആദ്യം അവരുമായി നമ്മൾ അടുക്കണം. റിജക്റ്റ് ചെയ്താൽ അവർ കൂടുതൽ ദൂരത്തേക്ക് അകന്നു പോകും. ഇനി ഒരാളുടെ ഏതെങ്കിലും സംസ്കാരങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ശീലം നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അവരെ മുന്നിൽ കാണുക. ഒപ്പം അവരുടെ ശീലത്തെയും കാണണം. പലർക്കും നുണ പറയുന്ന ശീലമുണ്ടാകും, ലേറ്റായി വരുന്ന ശീലമുണ്ടാവും. വേറെ ചിലർക്ക് സമയത്ത് ജോലി ചെയ്ത് തീർക്കാത്ത സ്വഭാവമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ചെറിയ ശീലം ധാരാളമുണ്ടാവും. അങ്ങനെയുള്ള ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ കൈ ഉയർത്തു. ഒരാളെ മാത്രമേ കാണാവൂ. ഒരാൾ. അയാളുടെ ഒരേ ഒരു ശീലം. കൂടുതൽ ലിസ്റ്റ് ഉണ്ടാക്കരുത്. ഒരാൾ, അയാളുടെ ഒരൊറ്റ ശീലം മാത്രം. എല്ലാവരും മനസ്സിൽ കണ്ടുവല്ലോ. ഇനി മനസ്സിനുള്ള മന്ത്രം പറയാം. ഐ അക്സെപ്റ്റ് ദിസ് സംസ്കാർ. ഐ അക്സെപ്റ്റ് ദിസ് സംസ്കാർ. ഇവർ ആരായാലും എങ്ങനെയായാലും ഞാൻ ഈ സംസ്കാരത്തെ അതേപടി അംഗീകരിക്കുന്നു. അതായത് ഇന്നു മുതൽ ഈ സംസ്കാരം അവിടെ നിൽക്കും. എൻ്റെ മനസ്സിൽ അതൊന്നും തന്നെ ചെയ്യില്ല. പറയൂ, ഇത് ചെയ്യാൻ കഴിയുമോ? 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. സംസ്കാരം അവരുടേതാണ്. പെരുമാറ്റം അവരുടേതാണ്. ഇന്നു മുതൽ ഇവ എൻ്റെ മനസ്സിലേക്ക് ഒന്നും തന്നെ കൊണ്ടുവരികയില്ല. അവരുടെ സംസ്കാരങ്ങൾ അവരുടേതാണ്. അവരുടെ സംസ്കാരങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പവർ കൊടുക്കരുത്. ഇത് ചെയ്യാനാവുമോ? അക്സെപ്റ്റൻസ് എന്നാൽ എന്താണ്? അക്സെപ്റ്റൻസ് എന്നാൽ നിങ്ങളുടെ സംസ്കാരങ്ങൾ അവിടെ നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കും. മാത്രമല്ല അവയ്ക്ക് ഇവിടെ എൻ്റെ മനസ്സിൽ ഒന്നും തന്നെ ചെയ്യാനും ആവില്ല. അതാണ് അക്സെപ്റ്റൻസ് എന്നതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന്, താങ്കൾ ഒരു മീറ്റിങ്ങിലാണ്. എൻ്റെ കയ്യിൽ ഒരു പെന്നുണ്ട്. ഞാൻ ഈ പെന്നിനെ ഇങ്ങനെ ഇളക്കുന്നു, അല്ലെങ്കിൽ ടക്ക് ടക്ക് എന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതെൻ്റെ സംസ്കാരമാണ്. ചിലർ പറയും, ഇവർ ഇങ്ങനെ പെൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വളരെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ശരിയല്ലേ? ഇങ്ങനെ പറയാറില്ലേ? ഞാനാണ് പെൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ താങ്കൾ അപ്പ് ആൻഡ് ഡൗൺ ആവുന്നത് എന്തിനാണ്? പലരുടെയും ഓരോ സംസ്കാരങ്ങൾക്കനുസരിച്ച് ഞാൻ ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ശാന്തമായി ഇരിക്കുന്നതും സന്തോഷമായി ഇരിക്കുന്നതുമൊക്കെ ഇമ്പോസിബിളായി മാറും. പോസിബിൾ അല്ലാതെയാവും. ഇനി വീണ്ടും ഞാൻ ഇങ്ങനെ പെൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മുന്നിൽ 2 ചോയ്സസ് ഉണ്ട്. ഒന്ന്, എന്നോട് ഇത് ചെയ്യരുത് എന്ന് പറയാം. താങ്കൾ പറയുന്നത് ഞാൻ അനുസരിക്കണമെന്നില്ല. എനിക്ക് ധാരാളം കാരണങ്ങളും അതിനുണ്ടാവും. ഒന്ന്, ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്കൊരു തെറ്റും കാണാൻ ആവുന്നില്ല. 2, താങ്കൾ പറയുന്നത് കൊണ്ട് ഞാൻ ചേഞ്ച് ആവേണ്ട ആവശ്യം എന്താണ്? മൂന്നാമതായി, ഞാൻ ചേഞ്ച് ആവാൻ ആഗ്രഹിച്ചാൽ തന്നെ എൻ്റെ കൈ നിൽക്കുന്നില്ല. അഥവാ ഞാൻ ആ സംസ്കാരത്തിൻ്റെ അടിമയാണ്. ഇതെല്ലാം എൻ്റെ കാര്യങ്ങളാണ്, എൻ്റെ സംസ്കാരങ്ങൾ, എൻ്റെ ചോയ്സസ്. ഞാൻ ആ സംസ്കാരം കൊണ്ട് എത്ര ഡിസ്റ്റർബ്ഡ് ആണ് എന്നതൊക്കെ എൻ്റെ മാത്രം കാര്യങ്ങളാണ്.
എന്നാൽ താങ്കൾ എൻ്റെ സംസ്കാരങ്ങളെ കണ്ടുകൊണ്ട് സ്വന്തം മനസ്സിൽ അപ്പ് ആൻഡ് ഡൗൺ ആവരുത്. ഇങ്ങനെ ചെയ്യരുത് എന്ന് താങ്കൾക്ക് എന്നോട് പറയാം. ഒരു പ്രാവശ്യം പറയാം, ദിവസത്തിൽ 10 പ്രാവശ്യം പറയാം, ജീവിതം മുഴുവനും ദിവസവും പറയാം. എന്നാൽ സ്വയം ഡിസ്റ്റർബ്ഡ് ആയി ഇരിക്കാതെ മാത്രമേ നിർദ്ദേശങ്ങൾ നൽകാൻ പാടുള്ളൂ. ഇത് പോസിബിളാണ്. താങ്കൾ എൻ്റെ സംസ്കാരങ്ങൾ കാരണം ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരുന്നാൽ എന്താണ് ഉണ്ടാവുക? എന്തുണ്ടാവും? എൻ്റെ സംസ്കാരങ്ങൾ ഈ ഒരു പെൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ താങ്കളുടെ സംസ്കാരം സ്വന്തം മനസ്സ് തന്നെ ഇളക്കുന്നതായി മാറിക്കഴിഞ്ഞു. ശരിയല്ലേ? താങ്കൾ ഇങ്ങനെയായി മാറിയില്ലേ? ഇതിനെയാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അവരുടെ സംസ്കാരം അവരുടേത് മാത്രമാണ്. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഡിസിപ്ലിൻസും ഒക്കെ ഒരു 100 തവണ വേണമെങ്കിലും കൊടുത്തോളൂ, ജീവിതകാലം മുഴുവനും കൊടുത്തോളൂ. എന്നാൽ അതെല്ലാം നൽകുന്നത് അവനവൻ ഡിസ്റ്റർബ്ഡ് ആവാതെ മാത്രമായിരിക്കണം, വിത്തൗട്ട് ഗെറ്റിംഗ് ഡിസ്റ്റർബ്ഡ്. എന്തെന്നാൽ നമ്മൾ ഓരോരുത്തരുടെയും ഓരോ സംസ്കാരങ്ങൾ കൊണ്ട് ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ചുറ്റുമുള്ള സർക്കിൾ എങ്ങനെയുള്ളതായി മാറും? സർക്കിൾ എങ്ങനെയായി മാറും? നമ്മൾ രാവിലെ വൈറ്റ് സർക്കിളുമായാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. രാത്രി വൈറ്റ് സർക്കിളും കൊണ്ട് തന്നെ തിരികെ വീട്ടിലേക്ക് എത്തണമെന്ന് നമ്മൾ ശരിക്കും ഓർമ്മ വയ്ക്കണം.